കോടികളുടെ വാഹനമിട്ട് കറക്കിയും ചാടിച്ചും കാടും കടൽത്തീരങ്ങളും താണ്ടിയുമൊക്കെയായി ഒരു അതിസാഹസിക യാത്ര. പറഞ്ഞു വരുന്നത് ചരിത്രം സൃഷ്ടിച്ച ഓസ്ട്രേലിയൻ മലയാളികൾ നടത്തിയ ഓഫ് റോഡ്. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ തന്നെ വാഹനങ്ങളുടെ എണ്ണത്തിൽ ഏറ്റവും വലിയ ഓഫ് റോഡുകളിൽ ഒന്ന്. ഓഫ് റോഡ് വാഹനങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാം വിപണിയിലെ മുൻനിര ബ്രാൻഡ് വാഹനങ്ങൾ തന്നെ. ഓഫ് റോഡ് കിങ്ങായി ലോകത്ത് വിരാജിക്കുന്ന ലാൻഡ് ക്രൂയിസർ, നിരാൻ, ലാൻഡ് റോവർ തുടങ്ങിയവയുടെ ഓഫ് റോഡ് വേർഷൻ വാഹനങ്ങളാണ് പങ്കെടുത്തത്. കേരളത്തിലുള്ളവർക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറത്താണ് ഇവയുടെ മൂല്യവും. ഇങ്ങനെ മണ്ണിലും മണലാരണ്യത്തിലും കൂത്താടുന്ന ഇവയുടെ വില നമ്മുടെ മാർക്കറ്റിൽ കോടികൾ വരും. ഒരു ലാൻഡ് ക്രൂയിസറിന് തന്നെ ഇന്ത്യൻ വിപണിയിൽ 2 കോടിക്ക് മുകളിൽ വില വരും. ഇത്തരം വാഹനങ്ങൾ ഓഫ് റോഡിനായി രൂപപ്പെടുത്തി സജ്ജമാക്കുമ്പോൾ വീണ്ടും വരും ലക്ഷക്കണക്കിന് രൂപ. അത്ര വിലപിടിപ്പുള്ള കാറുകളുമായാണ് ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവരുടെ ഈ ഇഷ്ടവിനോദം. ഓസ്ട്രേലിയയിലെ ന്യൂസ് കാസലിൽ 2 ദിവസത്തെ ഓഫ് റോഡിങ്ങും ക്യാമ്പിങ്ങും നടന്നു. മണലാരണ്യത്തിലും കടൽ തീരത്തും വെള്ളത്തിലുമൊക്കെയായി അതിസാഹസികമായ ഓഫ് റോഡ്. പകൽ മാത്രമല്ല, നൈറ്റ് ഓഫ് റോഡും ഉണ്ടായിരുന്നു. നിരനിരയായ വാഹനങ്ങൾ ഇളകിത്തെറിച്ച ചതുപ്പിലും മറ്റും ഇറങ്ങിപ്പോവുകയും വഴിയിൽ കുടുങ്ങുന്നവരെ മറ്റു വാഹനങ്ങൾ വലിച്ചു കയറ്റി രക്ഷിക്കുകയും ചെയ്യും. ഓസ്ട്രേലിയയിലെ പ്രധാനപ്പെട്ട ഓഫ് റോഡ് ക്ലബ്ബുകളായ എക്സ്പ്ലോറേഴ്സ് ഓഫ് റോഡ് ക്ലബ്, ഓറഞ്ച് ന്യൂ സൗത്ത് വെയിൽസ് ക്ലബ് 19 ന്യൂ കാസിൽ, കേരള 4x4 ക്ലബിലെ അംഗങ്ങളും കൂടാതെ ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്നിട്ടുള്ള ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്ന വ്യക്തികളും ഈ പരിപാടിക്ക് എത്തിയിരുന്നു. കഴിഞ്ഞ 7 വർഷമായി ഓസ്ട്രേലിയയിൽ ഓഫ് റോഡിങ്ങിൽ സജീവമായി നിൽക്കുന്ന സിജു ജേക്കബ്, എക്സ്പ്ലോറേഴ്സ് ഓഫ് റോഡ് ക്ലബ് ഓറഞ്ച് ന്യൂ സൗത്ത് വെയിൽസ് ക്ലബിന്റെ പ്രസിഡന്റും ഈ പരിപാടിയുടെ കോർഡിനേറ്ററും കൂടിയാണ്. ഓഫ് റോഡിങ്ങിന്റെ ഗുണങ്ങളും നേട്ടങ്ങളെയും കുറിച്ച് സിജുവിന് പറയാനുള്ളത് കേൾക്കാം. ഓഫ് റോഡിംഗ് നടത്തുമ്പോൾ ഇത് ചെയ്യുന്നവർക്ക് മനസ്സിൽ നല്ല ആത്മവിശ്വാസം വളർത്തുന്നു. ദുർഘടമായ വഴികളിലെ പ്രതിബന്ധങ്ങളെയും വെല്ലുവിളികളെയും തരണം ചെയ്യുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള കഴിവുകൾ വികസിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന് ക്രിയാത്മകമായ പ്രശ്ന പരിഹാരവും വിമർശനാത്മക ചിന്തയും ആവശ്യമാണ്. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അപ്രതീക്ഷിത വെല്ലുവിളികളും തിരിച്ചടികളും കൈകാര്യം ചെയ്യുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്തുന്നു. പ്രകൃതിയിലായിരിക്കുകയും ശാരീരിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നത് സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുന്നു. സാമൂഹിക നേട്ടങ്ങൾ പറയാനുള്ളത് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ഓഫ് റോഡിംഗ് ക്ലബിലും ഗ്രൂപ്പുകളിലും ചേരുന്നത് സൗഹൃദം വളർത്തുന്നു. കുടുംബബന്ധം ഓഫ് റോഡിംഗ് യാത്രകൾ കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായും ശാശ്വതമായ ഓർമ്മകൾ സൃഷ്ടിക്കും. നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ ഓഫ് റോഡിംഗ് ഇവന്റുകളും മീറ്റിങ്ങുകളും സമാന ചിന്താഗതിക്കാരായ വ്യക്തികളുമായി ബന്ധപ്പെടാനുള്ള അവസരങ്ങൾ നൽകുന്നു. ശാരീരിക നേട്ടങ്ങൾ പറയാനുള്ളത് ശാരീരിക ക്ഷമത മെച്ചപ്പെടുത്തുന്നു. ഹൈക്കിംഗ്, റോക്ക് ക്രോളിംഗ് പോലുള്ള ഓഫ് റോഡിംഗ് പ്രവർത്തനങ്ങൾ ശാരീരിക ക്ഷമതയെ പ്രോത്സാഹിപ്പിക്കുന്നു. കോർഡിനേഷനും ബാലൻസും വികസിപ്പിക്കുന്നു. വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശം നാവിഗേറ്റ് ചെയ്യുന്നതിന് ഏകോപനവും സന്തുലിതാവസ്ഥയും ആവശ്യമാണ്. സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന് ഒരാളുടെ ചുറ്റുപാടുകളെക്കുറിച്ച് അവബോധം ആവശ്യമാണ്. ഇത് സാഹചര്യ അവബോധം വർദ്ധിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന്റെ സംബന്ധമായ നേട്ടങ്ങൾ ഇവയാണ്. വാഹന പരിജ്ഞാനം മെച്ചപ്പെടുത്തുന്നു. ഓഫ് റോഡിംഗ് ഉടമകളെ അവരുടെ വാഹനത്തിന്റെ കഴിവുകളെയും പരിമിതികളെയും കുറിച്ച് പഠിപ്പിക്കുന്നു. വാഹന പരിപാലനം മെച്ചപ്പെടുത്തുന്നു. വാഹന ഇഷ്ടാനുസൃതമാക്കൽ പ്രോത്സാഹിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന് പലപ്പോഴും വാഹന പരിഷ്കരണങ്ങൾ ആവശ്യമാണ്. അത് സർഗാത്മകതയും സ്വയം പ്രകടിപ്പിക്കലും പ്രോത്സാഹിപ്പിക്കുന്നു. പാരിസ്ഥിതിക സംബന്ധമായ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ സംരക്ഷണം പ്രോത്സാഹിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന് പരിസ്ഥിതി പ്രശ്നങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിലൂടെ സംരക്ഷണ ശ്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കാനാകും. സുസ്ഥിര സമ്പ്രദായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന് പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് ഉത്തരവാദിത്വവും ഓരോരുത്തരുടെയും ആണ്. പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നു. ഓഫ് റോഡിംഗ് ടൂറിസത്തിന് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കാനും സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കാനും സാധിക്കും. കൂടാതെ സ്ട്രെസ് റിലീഫ്, പ്രകൃതിയുമായുള്ള ബന്ധം, വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശം ഇതൊക്കെ മനസ്സിനെ ശാന്തമാക്കും. മെച്ചപ്പെട്ട ഡ്രൈവിംഗ് കഴിവുകൾ, ഓഫ് റോഡിംഗ് ഡ്രൈവിംഗ് ടെക്നിക്കുകൾ, റിഫ്ലെക്സുകൾ, സാഹചര്യ അവബോധം ഇതൊക്കെ വർദ്ധിപ്പിക്കുന്നു. അജ്ഞാത പ്രദേശങ്ങളിലേക്ക് കടക്കുന്നത് മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ വെളിപ്പെടുത്തുന്നു. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നത് പ്രതിരോധശേഷി, ആത്മവിശ്വാസം, പ്രശ്നപരിഹാര കഴിവുകൾ എന്നിവ ഉണ്ടാക്കുന്നു. പരിസ്ഥിതിയോടുള്ള വിലമതിപ്പ് പ്രോത്സാഹിപ്പിക്കുന്നു. പരുക്കൻ ഭൂപ്രദേശങ്ങളെ കീഴടക്കുന്നത് മനസ്സിനെ ഒരുക്കുന്നു. കൂട്ടായ ഓഫ് റോഡിംഗ് യാത്രകൾ സഹകരണവും ഫലപ്രദവുമായ ആശയവിനിമയവും പ്രോത്സാഹിപ്പിക്കുന്നു. ഓഫ് റോഡിങ്ങിന്റെ ആവേശം മാനസിക ശ്രദ്ധയും വ്യക്തതയും മൂർച്ച കൂട്ടുന്നു. ഓഫ് റോഡിംഗ് ഒരു ആവേശകരമായ സാഹസികതയും ഒരുപാട് രസകരവുമായ അനുഭവങ്ങൾ നൽകുന്നു. ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുകയും വൻ വിജയമാക്കി തീർക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ കോട്ടയം ചിങ്ങവനം സ്വദേശി സിജു ജേക്കബ്, മഞ്ചേരി സ്വദേശി ശ്രീനാഥ് ഭാസി, മാർട്ടിൻ, ടോണി ചാക്കോ, ദേവ് മിഥുൻ തുടങ്ങിയവരാണ്. ന്യൂസ് ഡെസ്ക് കർമാസ്.